ത്യാഗസ്മരണയിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത് നിരവധി വിശ്വാസികൾ. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. പുല്ലുവെട്ടി യന്ത്രങ്ങൾ കേടായതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതായി ആക്ഷേപം. ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിൽ. തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസ്സിന് പിന്നിൽ KSRTC ബസ്സിടിച്ച് 15 പേർക്ക് പരിക്ക്. KSRTC ഡ്രൈവറുടെ പരിക്ക് ഗുരുതരം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരം. ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പഴയന്നൂർ സ്വദേശി അരുണിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് പന്നിത്തടത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വാർത്തകൾ വിശദമായി നോക്കാം. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ഓരോ വിശ്വാസിക്കും ഈ വലിയ പെരുന്നാൾ ദിനം. പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. ദൈവപ്രീതിക്കായി ഏറ്റവും വിലപ്പെട്ടതുപോലും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന വിശ്വാസ തീഷ്ണതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. രാവിലെ പുതുവസ്ത്രമണിഞ്ഞും അത്തർ പൂശിയും വിശ്വാസികൾ പള്ളിയിലെത്തി. തുടർന്ന് പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും സ്നേഹം പങ്കുവച്ചു. സ്നേഹത്തിനും സഹനത്തിനും ശാന്തിക്കുമായുള്ള പ്രാർത്ഥനകളാൽ പള്ളികളും ഈദ്ഗാഹുകളും മുഖരിതമായി. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ശക്തൻ ഹിറ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് പള്ളി ഇമാം ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. പെരുന്നാൾ നിസ്കാരത്തിനായി ചാവക്കാട് ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരം ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ മുനീർ വരന്തരപ്പള്ളിയും എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്പ്രയും നേതൃത്വം നൽകി. മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷാ തങ്ങളും ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഹംസ സക്കാഫിയും നിസ്കാരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബ് ബാക്കഫി കാങ്കുൽ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മമനുൽ ഫൈസി എന്നിവർ നേതൃത്വം നൽകി. ഒരു വലിയ ലോകത്തേക്കുള്ള പ്രവേശന കവാടമാണ് മരണം. ഖബറും മഹ്ശറും കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇമാം ഡോക്ടർ സലീം നദവി നിസ്കാരത്തിന് നേതൃത്വം നൽകി. അബ്ദുൽ അസീസ് നിസാമി സന്ദേശം നൽകി. കയ്പമംഗലത്ത് പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഉളൂഹിയത്ത് കർമ്മവും നടന്നു. കൊപ്രക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം AA അബ്ദുൽ ജലീലും കാളമുറി മസ്ജിദു സഫയിൽ സിറാജുദ്ദീൻ നിസാമി ചെറുമുക്കും നേതൃത്വം നൽകി. മുനമർ സക്കാഫി ചങ്ങരംകുളം പെരുന്നാൾ സന്ദേശം നൽകി. സ്മരണകളുടെ അതിനോട് ചേർന്നുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് പെരുന്നാൾ ആഗതമാകുന്നത്. ത്യാഗപൂർണമായ മഹാജീവ ചരിത്ര ഇരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് അത്തിഖു റഹ്മാൻ ബാക്കഫി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാര്യങ്ങൾ പെരുന്നാൾ സന്ദേശം നൽകി. സെക്രട്ടറി MM നിഷാദ്, വൈസ് പ്രസിഡന്റ് KA ഫരീദ് അലി, EM ഇല്യാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ PM യൂസഫ് ഷാക്കിർ, ട്രഷറർ കബീർ മിലാനോ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട് യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിലായതായി ആക്ഷേപമുണ്ട്. സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുന്നോടിയായി കോർപ്പറേഷന്റെ ഓരോ ഡിവിഷനിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്താറുണ്ട്. ഇത്തവണ ഇക്കാര്യത്തിൽ പുരോഗതിയുണ്ടായില്ല. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലുമുള്ള പുല്ലുകളും കാടുകളും വെട്ടിത്തെളിച്ച് കാനകളെല്ലാം വൃത്തിയാക്കിയിടാറുണ്ടെങ്കിലും പുല്ലുവെട്ടിയന്ത്രം കേടായി കിടക്കുന്നതിനാൽ ഒരു ഡിവിഷനിൽ പോലും പുല്ലുവെട്ടി നീക്കാനുമായിട്ടില്ല. 150 പുല്ലുവെട്ട് യന്ത്രങ്ങളിൽ 5 ഒഴികെ ബാക്കിയെല്ലാം കേടായിട്ട് നാളേറെ ആയെങ്കിലും ഇത് നന്നാക്കിയെടുക്കാനുള്ള യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം പുതുതായി 100 പുല്ലുവെട്ട് യന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡർ കൊടുത്തെങ്കിലും അതിൽ ഒന്നുപോലും ഇനിയും കോർപ്പറേഷന് കിട്ടിയിട്ടുമില്ല. ഇതിനാൽ തന്നെ റോഡ് സൈഡുകളിൽ ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്നത് പാമ്പുകളടക്കമുള്ള ഇഴജന്തുശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. ശുചിത്വം പാലിക്കുക എന്ന് കോർപ്പറേഷൻ മേയർ പറയുന്നുണ്ടെങ്കിലും എല്ലാ ഡിവിഷനിലും എല്ലാ വഴികളിലും പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. പുല്ലുവെട്ടി യന്ത്രം 150 എണ്ണം കോർപ്പറേഷൻ്റെ ഉണ്ടെങ്കിലും അതിൽ 5 എണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. 100 പുല്ലുവെട്ടി യന്ത്രത്തിന് കോർപ്പറേഷൻ ടെൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. 4 മാസമായി പുല്ലുവെട്ടി യന്ത്രം ഒരു ഡിവിഷനിലും വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം ഭരണസമിതിയോടും ആരോഗ്യ കമ്മിറ്റി ചെയർമാനോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മേയറാണെങ്കിൽ ചെവി കൊള്ളുന്നുമില്ല. നാട് മുഴുവൻ പുല്ല് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനിലും ഉള്ളത്. ക്ലീൻ സിറ്റിയുടെ ഭാഗമായും മഴക്കാലത്തിനു മുന്നോടിയായും എല്ലാ ഡിവിഷനിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നും മേയർ നിരന്തരം ആഹ്വാനം ചെയ്യുമ്പോഴും ഇതിനുള്ള ഒരു സംവിധാനവും കോർപ്പറേഷൻ ഒരുക്കി നൽകുന്നില്ലെന്നാണ് കൗൺസിലർമാരുടെ ആരോപണം. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസ്സിന് പിന്നിൽ KSRTC ബസ്സിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. KSRTC ബസ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പഴയ ലക്കിടി ലീഗ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. കൊണ്ടാഴി മായന്നൂർ സ്വദേശി സൂരജിനാണ് പരിക്കേറ്റത്. ഇയാളെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബസ് ബൈക്കിലിടിക്കുകയായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെ ആരോഗ്യനില തൃപ്തികരം. ഇന്നലെയാണ് സേലത്തിനടുത്ത് ധർമ്മപുരിയിൽ കാർ അപകടമുണ്ടായത്. അപകടത്തിൽ ഷൈനിന്റെ പിതാവ് ചാക്കോ തൽക്ഷണം മരിച്ചിരുന്നു. ഷൈനിനെ കൂടാതെ അമ്മ മരിയ കാർമലിനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവന്നത്. അച്ഛൻ ചാക്കോയുടെ മൃതദേഹം ജൂബിലി മിഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസിലൻഡിനുള്ള മക്കൾ ഇന്ന് രാത്രി 10 മണിയോടെ എത്തും. തിങ്കളാഴ്ച രാവിലെ 10:30 തൃശൂർ മുണ്ടൂർ കർമ്മലമാതാവിൻ പള്ളിയിൽ സംസ്കാരം നടത്തും. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. അതേസമയം ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഷൈനിന് സംഭവിച്ചിരിക്കുന്ന പരിക്ക് ഗുരുതരമല്ലെന്നും ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഷൈനിന്റെ പിതാവിന്റെ മരണം അമ്മയെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും ഷൈനിന്റെ അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഫ്രാക്ചറുണ്ട്, അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല. കുറച്ച് തവണ അവന് അടയ്ക്കാൻ പറ്റിയിരുന്നു. പിന്നെ അവന് കുറച്ച് സാമ്പത്തിക ഇഷ്യൂസ് വന്നതുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കരുതിയത് അവൻ അടച്ചിരുന്നു എന്നാണ്. RR നോട്ടീസ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പ പൂർണ്ണമായും മടച്ചു തീർത്തു നിങ്ങൾ, എന്താണ് ബാങ്ക് പറയുന്നത്? ബാങ്ക് നമ്മളെ NOC ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി റിട്ടേൺ ലെറ്റർ എഴുതി കൊടുത്തപ്പോൾ മാം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് മാത്രമല്ല മാം പറയണത് അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ ഇതിൽ എന്താണ് ബാങ്ക് അങ്ങനെ പറയാൻ കാരണം? അവർ പറയണത് ഒരു ഗവൺമെന്റ് കൊടുത്തു ഗ്യാരണ്ടി എമൗണ്ട് ഉണ്ട്, CGFCL SCL എന്ന് പറഞ്ഞിട്ട്. ആ എമൗണ്ടിന്റെ തുകയും കൂടെ നമ്മൾ അടയ്ക്കണം എന്നാണ് പറയുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി അന്വേഷിച്ചോ? നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ തുക നമ്മളോട് അടയ്ക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഗവൺമെന്റ് ബാങ്കിന് കൊടുക്കുന്ന. പിന്നെ എന്താണ് ബാങ്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മകൾക്കും കൂടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്. അപ്പം മകളുടെ ലോണിൽ ഒരു പൈസയുടെ മിസ്റ്റേക്ക് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് കണ്ടപ്പോൾ മകളത് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഈഗോയാണ് ഇപ്പോൾ മാഡത്തിന് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം. നിങ്ങൾ പരാതിയുമായിട്ട് എവിടെയൊക്കെ നമ്മൾ പരാതിയായിട്ട് കളക്ടറേറ്റിൽ പോയി. അവിടുന്ന് നമ്മളോട് ഇത് പ്രകാരമുള്ള തുക അടച്ച് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞത്. മകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ജൂൺ 23 അദാലത്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിൽ തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മാഡം വന്ന് പറഞ്ഞത് ഞാൻ വൈകുന്നേരം 3 വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങളുടെ സകല ഡോക്യുമെൻസും കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. വൈകിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് തരാൻ ബുദ്ധിമുട്ടുണ്ട്, DD ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതേസമയം ബാക്കി തുക അടയ്ക്കണമെന്ന നിലപാടിലാണ് ഒല്ലൂർ കനറ ബാങ്ക് മാനേജർ. തങ്ങൾ നിയമപരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും നിയമ നടപടി തുടരുമെന്നും കനറ ബാങ്ക് ഒല്ലൂർ ശാഖ മാനേജർ TCVയോട് പറഞ്ഞു. TCV തൃശൂർ. അരിമ്പൂർ വിളക്കുമാടം പാടശേഖരത്തിന്റെ അടമ്പുംചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിഞ്ഞു. ഏതാനും മാസം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ബണ്ടാണ് ഇടിഞ്ഞത്. 1.7 മീറ്റർ ഉയരത്തിലും 650 മീറ്റർ നീളത്തിലുമാണ് ബണ്ട് റോഡ് നിർമ്മിച്ചിരുന്നത്. ഘട്ടം ഘട്ടമായി മണ്ണടിച്ചുയർത്തേണ്ടിയിരുന്ന ബണ്ട് ഒറ്റയടിക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ഇടിയാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. ഏകദേശം 3 മീറ്റർ വീതിയിൽ മണ്ണ് ബണ്ടിൽ നിന്നും കോൾപ്പാടത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യാതെ അടുത്ത വർഷം കൃഷിയിറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്ത് പാടം കൃഷിയോഗ്യമാക്കാൻ വലിയ ചെലവ് വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ആവശ്യമായ പഠനം നടത്താതെയും മുൻകരുതലുകൾ എടുക്കാതെയുമാണ് KLDCയും കരാറുകാരനും ബണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ് ആക്ഷേപം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഈ ബണ്ടിന് മേലെക്കൂടെ ഭാരമുള്ള അല്ലെങ്കിൽ ലോഡിംഗ് വാഹനം കയറി ഈ മണ്ണിനെ ഒന്ന് അമർത്തുന്ന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് മഴ പെയ്യുമ്പോഴേക്കും ഈ ബണ്ടിൻ്റെ ഏകദേശം പകുതി ഇടിഞ്ഞു പോവുകയും കർഷകർ വലിയ ആശങ്കയിലും ആവുകയുണ്ടായി. അടിയന്തരമായി KLDC ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം സന്ദർശിച്ച് ഇതിനുണ്ടായ നഷ്ടവും അതുപോലെ തന്നെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് പഠിച്ച് കർഷകരെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസന്റെ നേതൃത്വത്തിൽ സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി KK അശോകൻ, കേരള കർഷക സംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ, കർഷക സംഘം നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ബണ്ട് ഇടിഞ്ഞ ഭാഗത്തെ നെൽപ്പാടം കൃഷിയോഗ്യമാക്കാൻ KLDC നടപടിയെടുത്തില്ലെങ്കിൽ പാടം തരിശിടേണ്ടി വരുമെന്ന നിലപാടിലാണ് കർഷകർ. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മാളയിൽ നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം 1 വർഷത്തിന് ശേഷം തുറന്നു. 2024 മാർച്ച് 15 ആഘോഷമായി ഉദ്ഘാടനം നടത്തിയെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നില്ല. ഇതു സംബന്ധിച്ച് TCV വാർത്ത നൽകിയതോടെ കരാറുകാരൻ വീണ്ടും നിർമ്മാണം തുടങ്ങുകയായിരുന്നു. പഴയ ഓഫീസിലെ ഫർണിച്ചറുകൾ കൊണ്ടുവന്നാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയത്. നിർമ്മാണം പൂർത്തിയാകാത്ത കരാറുകാരനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് 2022 നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർവഹണ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം പൂർത്തീകരണം സാക്ഷ്യപ്പെടുത്താതെ ഉദ്ഘാടനം നടത്തിയത് ആക്ഷേപത്തിനിടയാക്കിയിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 14.14 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു ആദ്യഘട്ട നിർമ്മാണം. ആദ്യഘട്ടത്തിൽ ഗോവണി ഇല്ലാതെയാണ് നിർമ്മാണം നടത്തിയത്. തുടർന്ന് 2024 ഗോവണി നിർമ്മിച്ചു. കോൺക്രീറ്റ് കൊണ്ടുള്ള ഗോവണി നിർമ്മിക്കാതെ പദ്ധതി തയ്യാറാക്കിയത് പരാതിക്കിടയാക്കിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ 3 ഘട്ടങ്ങളിലായി 44.14 ലക്ഷം രൂപയുടേതാണ് പദ്ധതി. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിനോട് ചേർന്ന് മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലാണ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, മാള.
കവിയും കഥാകൃത്തുമായ AP നാരായണൻകുട്ടി രചിച്ച അവസ്ഥാന്തരങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരി KP സുധീര നാടകകൃത്തും സംവിധായകനുമായ കാവിൽ രാജിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ K രഘുനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് ചിറമേൽ, മോഹൻദാസ് പാറപ്പുറത്ത്, സുദർശനം സുകുമാരൻ, P വിനോദ്, സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാലഭക്തിയിലാണ് ഞാൻ മാതൃഭൂമി ബാലഭക്തിയിലാണ് എഴുതി തുടങ്ങിയതെങ്കിലും ഞാൻ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുക ഇതൊക്കെയുണ്ട്. നിങ്ങളുടെ ബാങ്കിന്റെ ക്രയവിക്രയങ്ങളെയോ ബാധിക്കൊന്ന് പോകുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പാകത്തിൽ കൂട്ടിയെടുത്ത സിമന്റ് ചാന്ത് കണക്കെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ അക്ഷരങ്ങൾ ചേർത്ത് മിനുക്കിയെടുക്കുകയാണ് അഴീക്കോട് സ്വദേശി സിദ്ദിഖ് അമ്പലപ്പുഴ. ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തത്രപ്പാടുമായി കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്യുമ്പോഴും മനസ്സിൽ കഥയും കവിതയും ചേലോടെ അടുക്കി വയ്ക്കാൻ ഈ എഴുത്തുകാരൻ സമയം കണ്ടെത്താറുണ്ട്. പരേതരായ അബൂബക്കർ ബീവാത്തു ദമ്പതികളുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച സിദ്ദിഖ് ജീവിത പ്രാരാബ്ധം മൂലം പഠനം 10ാം ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ എഴുത്തിനോടും വരയോടും വല്ലാത്ത കമ്പം തോന്നിയിരുന്നുവെങ്കിലും എത്ര എഴുതിയാലും തെളിയാത്തത്ര പരുപരുത്തതായിരുന്നു സിദ്ദിഖിന്റെ ജീവിത സാഹചര്യം. സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എഴുത്തിന്റെ തുടക്കം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കൂലിപ്പണിക്കിറങ്ങിയിരുന്നു സിദ്ദിഖ്. എഴുത്തും വരയും ഒന്നും ജീവിത യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിറം മങ്ങിപ്പോയില്ല. എഴുത്തിലേക്ക് ബാല്യം തുടങ്ങിയിട്ട് ചെറിയ മാസികകൾ വായിച്ചിട്ട് അതിൽ നിന്നാണ് തുടക്കം. വായന തുടങ്ങി, പിന്നെ കുറച്ച് എഴുതി തുടങ്ങി. ചുറ്റിലുള്ള പ്രയാസങ്ങൾ നമ്മളുടേതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് കൂടുതലായിട്ട് എഴുതുന്നത്. 1997 ഡിസംബർ 2 മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കുടകൾ എന്ന കഥയാണ് സിദ്ദിഖിലെ എഴുത്തുകാരനെ വായനക്കാരന് മുന്നിലെത്തിച്ചത്. തുടർന്ന് ഇബ്രു എന്ന കഥ വാരാന്ത്യ മാധ്യമത്തിലും വന്നു. ഗതകാല സ്മൃതികൾ എന്ന കഥയ്ക്ക് ഇരട്ടപ്പുഴ ജയഭാരത് ക്ലബിന്റെ EP സുഷമ സ്മാരക ചെറുകഥാ പുരസ്കാരവും ഇരിങ്ങാലക്കുട നടവരമ്പ് ജനകീയ സംഘം കഥാപുരസ്കാരവും നേടി. പട്ടേപ്പാടം AKG പഠന കേന്ദ്രം വായനശാലയുടെ കഥാമത്സരത്തിൽ ലൈലത്തുൽ ഖദർ എന്ന കഥ 1ാം സമ്മാനം നേടി. നുറുങ്ങ് മാഗസീനിൽ ചില മിനി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊടകര മറ്റത്തൂർ മഞ്ജുഷ ടീച്ചർ സ്മാരക കവിതാ മത്സരത്തിൽ ഘർ വാപ്പസി എന്ന കവിത സമ്മാനാർഹമായി. നസീറയാണ് സിദ്ദിഖിന്റെ ഭാര്യ. യാസിർ മൊഹസിൻ, സുഹൈന ഷാജഹാൻ എന്നിവർ മക്കളാണ്. തൊഴിലിന്റെ തിരക്കുകൾക്കിടയിലും സമൂഹമാധ്യമങ്ങളിൽ എഴുത്തുമായി സജീവമാണ് സിദ്ദിഖ് അമ്പലപ്പുഴ. കെട്ടിട നിർമ്മാണ മേഖലയിൽ 50-ലധികം തൊഴിലാളികളുടെ മേസ്ത്രിയായി പണിയെടുക്കുമ്പോഴും മനസ്സിൽ അടുത്ത കഥയ്ക്കുള്ള കൂട്ടൊരുക്കുകയാണ് സിദ്ദിഖ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. KSEB ബില്ലുകൾ ഇനി സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ക്ലിക്കിൽ KSEB ആപ്പിൽ പഴയ ബില്ലുകൾ ലഭിക്കും. വൈദ്യുതി ബില്ലിൽ രേഖപ്പെടുത്തിയ വിശദാംശങ്ങൾ മാഞ്ഞു പോകുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് പരാതിയുണ്ടായിരുന്നു. KSEB ആപ്പ് ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. പഴയ ബില്ലുകളും ഇതിലൂടെ കാണാനാകും, ഡൗൺലോഡ് ചെയ്യുകയുമാകാം. ലോഗിൻ ചെയ്യാതെ 13 അക്ക കൺസ്യൂമർ നമ്പറും OTPയും നൽകി അനായാസം ബില്ലടയ്ക്കാനാകും. വൈദ്യുതി ഉപയോഗം സംബന്ധിച്ച് വിവരങ്ങൾ അറിയാൻ ബിൽ കാൽക്കുലേറ്ററും തയ്യാർ. ഇതിൽ ഉപയോഗത്തിനനുസരിച്ചുള്ള വൈദ്യുതി ബിൽ കണക്കാക്കി ആസൂത്രണത്തിലൂടെ അധിക ചിലവ് കുറയ്ക്കാനാകും. ഉപഭോക്താക്കൾക്ക് പല കൺസ്യൂമർ നമ്പറുകളിലുള്ള ബില്ലുകൾ ഒരുമിച്ച് അടയ്ക്കാനാകും. IOA ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ പരിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. TCV തൃശൂർ. അരിമ്പൂരിൽ കളിക്കൂട്ടുകാരുടെ കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷം വേറിട്ടതായി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 500 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടായിരുന്നു വാർഷികാഘോഷം. വാർഡ് മെമ്പർ സുധാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സുഭാഷ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സെക്രട്ടറി KP മനു, VK മനോജ്, ഷലിൻ കുമാർ, CA അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. പേര് വിളിച്ചതിനകത്ത് ഒരുപാട് അനീഷ്, ദേവനന്ദ, അനയിൽ കൃഷ്ണ മഹേഷ്, ക്രിസ്ത്യാന ദീദി, ശ്രേയലക്ഷ്മി,
ശക്തമായ മഴയിലും കാറ്റിലും അയൽവാസിയുടെ തെങ്ങ് വീണ് ഭാഗികമായി കേടുപാട് സംഭവിച്ച വീടിന് ഇൻഷുറൻസ് ആനുകൂല്യമോ നഷ്ടപരിഹാരമോ കിട്ടിയില്ലെന്ന പരാതിയുമായി വീട്ടുടമ രംഗത്ത്. കടുപ്പശ്ശേരി സ്വദേശി കുന്നത്തുപറമ്പിൽ പോളും ഭാര്യ സബിതയുമാണ് തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചത്. 2021 മാർച്ചിൽ അയൽവാസിയുടെ പറമ്പിലെ തെങ്ങ് പരാതിക്കാരനോ കുടുംബമോ ഇല്ലാത്ത നേരത്ത് പുതിയതായി വാങ്ങിയ വീടിന് മുകളിലേക്ക് വീണ് കേടുപാട് സംഭവിച്ചതായാണ് പരാതി. വീട്ടുടമ സ്ഥലത്തെത്തും മുൻപ് വീണ തെങ്ങിന്റെ ഭാഗങ്ങൾ അയൽവാസിയുടെ ആളുകൾ മുറിച്ചുമാറ്റിയതിനെ തുടർന്ന് തെളിവ് നശിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാണ് ആരോപണം. നഷ്ടപരിഹാരത്തിന് ഇൻഷുറൻസ് കമ്പനിയെയും പഞ്ചായത്ത് അധികൃതരെയും സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. ചോർന്നൊലിക്കുന്ന അതേ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നതെന്നും മറ്റൊരു വാടക വീട്ടിലേക്ക് മാറാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നും അംഗപരിമിതനും ബ്രെയിൻ ട്യൂമർ രോഗബാധിതനുമായ പോൾ പറഞ്ഞു. 4 കൊല്ലമായി നഷ്ടപരിഹാരം തേടി അധികൃതരെ സമീപിക്കുകയാണ്. ഇൻഷുറൻസ് കമ്പനിയും പഞ്ചായത്ത് അധികൃതരും എത്രയും വേഗം തനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടു. TCV തൃശൂർ. പിൻകോഡുകളിലൂടെ മേൽവിലാസം പറയുന്ന രീതിക്ക് അവസാനമാകുന്നു. ഡിജി പിൻ അവതരിപ്പിച്ചിരിക്കുകയാണ് പോസ്റ്റൽ വകുപ്പ്. ഇനി ഡിജി പിൻ മേൽവിലാസത്തിന്റെ കാലം. പോസ്റ്റൽ അഡ്രസ്സിലെ പിൻകോഡിന് വിട. വീടിനോ സ്ഥാപനത്തിനോ കൃത്യമായ ലൊക്കേഷൻ കാണിക്കുന്നതാണ് ഡിജി പിൻ. പോസ്റ്റൽ വകുപ്പാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. 10 അക്ക ഡിജിറ്റൽ കോഡാണ് ഡിജി പിന്നിലുള്ളത്. വീടോ സ്ഥാപനമോ എവിടെയാണെന്ന കൃത്യമായ വിവരമാണ് ഡിജി പിൻ വഴി ലഭിക്കുക. ഡിജി പിൻ ലഭിക്കാൻ സർക്കാർ വെബ്സൈറ്റ് സന്ദർശിച്ച് സ്വന്തം കെട്ടിടം കണ്ടെത്തി കോഡ് കണ്ടെത്താം. ഇതിനായുള്ള വെബ്സൈറ്റ് തയ്യാറായി കഴിഞ്ഞു. ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിദൂര സ്ഥലങ്ങളിൽ ഡിജി പിൻ ഗുണകരമാകും. കത്തിടപാടുകൾക്കും ആംബുലൻസ് തുടങ്ങിയ അത്യാഹിത സേവനങ്ങൾക്കും കൃത്യമായി എത്തിച്ചേരാൻ ഡിജി പിൻ സഹായകമാകും. 4 മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതിലൂടെ കണ്ടെത്താനാകും. ഓഫ്ലൈനായും ഡിജി പിൻ ഉപയോഗിക്കാം. ISROയുമായി സഹകരിച്ച് IIT ഹൈദരാബാദും NRSCയും ചേർന്നാണ് ഈ ജിയോ കോഡഡ് ഡിജിറ്റൽ വിലാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. TCV തൃശൂർ. ഉത്സവങ്ങൾക്ക് ആനയിടഞ്ഞുണ്ടാകുന്ന അക്രമങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത ഉടമയ്ക്കും പാപ്പാന്മാർക്കുമാണെന്ന കോടതി ഉത്തരവിനെതിരെ ആനയുടമകളും പാപ്പാന്മാരും രംഗത്ത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആനയുടമകൾ. ഉത്സവാഘോഷങ്ങളിലും പരിപാടികളിലും മറ്റ് യാത്രയ്ക്കുമിടയിൽ ആനയിടഞ്ഞ് ആക്രമണം നടത്തിയാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉടമയും പാപ്പാന്മാരും ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആനയിടഞ്ഞുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ഇവർക്കാണെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഈ ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ആനയുടമകളും പാപ്പാന്മാരും. ഞങ്ങളിതിനെ കൊണ്ടുപോയിട്ട് ജീവിക്കണം ബുദ്ധിമുട്ടും നമ്മൾ കഷ്ടപ്പാട്. ഒരു ദിവസം നമ്മൾ മുഴുവനും ഉറക്കൊഴിച്ചിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങളെന്താ വെച്ചാൽ പാവപ്പെട്ട കുടുംബങ്ങളാണ്. നമുക്ക് അവർ ഇത്ര ഉറുപ്പ്യ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള സാമ്പത്തികം നമ്മുടെ അടുത്തില്ല. വേറെ തൊഴിലിന് നമ്മൾ കൊണ്ടുവരിക്കും. ആനകളെ തൊടുന്നത്, ആനയുടെ കൊമ്പ് വന്ന് ഫോട്ടോ എടുക്കുന്നത്, അത് ഫാൻസികളും ആനപ്രേമികളും മറ്റേ ഇവരുണ്ട്. അതിനൊന്നും നമ്മൾ ഉത്തരവാദിത്തം. നമുക്കെന്താ, നമ്മൾ കമ്മിറ്റി സ്ഥലത്ത് പോയാൽ അത് പരിപാടികൾ ഭംഗിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കമ്മിറ്റിക്കാർ അത് ഉത്തരവാദിത്തം എടുക്കുക. ഇവിടുന്ന് ആന ഉടമസ്ഥൻ അവരെ ചെയ്യേണ്ടത്. തൊഴിലാളികൾ എന്തിരുന്നു, ഞങ്ങൾക്ക് ഈ 3-4 ഉറുപ്പ്യ ശമ്പളം, അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് എന്തേ, ഈ ബേറ്റ. ഇതല്ലേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുക ചെയ്യുക, ഞങ്ങൾ നമ്മുടെ കുടുംബം ജീവിക്കുക ചെയ്യുക. ആനകളെ പ്രകോപിപ്പിച്ചും ലേസർ അടക്കമുള്ളവ പ്രയോഗിച്ചും ആനയിടയുമ്പോൾ പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വരുന്ന കോടതിയുടെ നിലപാട് ശരിയല്ലെന്നും ഇവർ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ആന അടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ കാരണമാണ് അറിയേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലേസർ ഉപയോഗിച്ചുകൊണ്ട് ആന അടഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കേസ് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും അന്വേഷണം ഇല്ലാത്ത തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന എഴുന്നള്ളിപ്പ് നടക്കുന്നത് സുപ്രീം കോടതിയുടെ ചില വിധികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ആന എഴുന്നള്ളിപ്പ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഇപ്പോൾ ഉടമസ്ഥനാണെങ്കിലും അതുപോലെ ആനപ്പാപ്പാനാണെങ്കിലും ആന അടഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ വരും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ആനയെ പുറത്തേക്ക് വിടാനായിട്ട് തയ്യാറാവില്ല. ആന എഴുന്നള്ളിപ്പ് തൃശ്ശൂർ പൂരം പോലും ഇത്രയും നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിച്ചത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വീണ്ടും നമ്മൾ സുപ്രീം കോടതിയിലേക്ക് തന്നെ സമീപിക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ട കാര്യങ്ങൾ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ചെയ്യുന്നുണ്ട്. NGOകൾ പല മേഖലകളിലും പിടിമുറുക്കുകയും ഉത്തരവുകൾ സമ്പാദിക്കുകയും ചെയ്ത് ഉത്സവാഘോഷങ്ങളും ആന എഴുന്നള്ളിപ്പുകളും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആനയുടമകളുടെ ആരോപണം. ക്ഷേത്രോത്സവങ്ങളിൽ ആനയിടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉത്തരവാദിത്വം ആനയുടമകൾക്കും ആനപ്പാപ്പാന്മാർക്കുമാണെന്ന കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവർ പറയുന്നത്. ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആനയുടമകൾ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം വന്നതോടെ നിരവധി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറും. സംസ്ഥാനത്ത് 1.5 കോടി കെട്ടിടങ്ങൾക്ക് നമ്പർ മാറിയേക്കും.
തദ്ദേശ വാർഡ് വിഭജനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്പർ മാറ്റം. വാർഡ് വിഭജിക്കുമ്പോൾ ഒരേ വാർഡിൽ പലതരം നമ്പറുകൾ എന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് നമ്പർ മാറ്റം. എല്ലാ കെട്ടിടങ്ങൾക്കും സ്ഥിരം ഡിജിറ്റൽ പിൻ നമ്പർ നൽകുമെന്നാണ് സൂചന. ഓരോ കെട്ടിടത്തെയും ഡോറായി കണക്കാക്കി 9 അക്ക പിൻ നമ്പർ നൽകുന്ന സമ്പ്രദായമാണിത്. ഇതിനായി മുഴുവൻ കെട്ടിടങ്ങളിലും ഫീൽഡ് പരിശോധന നടത്തി ജിയോ ടാഗ് ചെയ്യേണ്ടി വരും. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. TCV തൃശൂർ. കിഴുപ്പിള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അരുതാത്ത ലഹരിക്കെതിരെ നാട് കൈകോർക്കുന്നു എന്ന സന്ദേശവുമായി കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. ആക്ടിവിസ്റ്റും സിനിമാ താരവുമായ ജോളി ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ TV ദീപു, അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ്, ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ KH സാജൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ഫിലിം ഡയറക്ടർ ഋഷി സുരേഷ്, പഞ്ചായത്ത് മെമ്പർമാരായ CL ജോയി, സതി ജയചന്ദ്രൻ, ഷൈനി ബാലകൃഷ്ണൻ, സമിതി ട്രഷറർ V ഗോകുൽകൃഷ്ണ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കിഴുപ്പിള്ളിക്കര വില്ലേജിലെ 8, 9, 10, 11 വാർഡുകളിലെ SLC, +2, CBSE പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ തലങ്ങളിൽ കഴിവുകൾ തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത് നിരവധി വിശ്വാസികൾ. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. പുല്ലുവെട്ടി യന്ത്രങ്ങൾ കേടായതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതായി ആക്ഷേപം. ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിൽ. തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസ്സിന് പിന്നിൽ KSRTC ബസ്സിടിച്ച് 15 പേർക്ക് പരിക്ക്. KSRTC ഡ്രൈവറുടെ പരിക്ക് ഗുരുതരം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരം. ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പഴയന്നൂർ സ്വദേശി അരുണിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് പന്നിത്തടത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.